നാളെ നിങ്ങളെ ലൈഫിനകത്ത് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള കോൺഫിഡന്റ് ബിലീഫ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. അതില്ലാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിനകത്ത് വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾക്കാരും എനിക്കാരും ഏതൊരു വ്യക്തിക്കായി കഴിഞ്ഞാലും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ലൈഫിനകത്ത് നിങ്ങളൊരു എന്റർപ്രണർ ആവും, ഞാനൊരു സംരംഭകനാവും. എന്റെ വരുമാനം 2030 ആകുന്ന സമയത്ത് ഇത്രയും പൊസിഷനകത്ത് 2030 എന്റെ വരുമാനം ഇതാവും. 2030 ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടി ഈ രീതിയിനകത്തുള്ള ഈ ഇത്ര എമൗണ്ടും ഈ ഒരു ലക്സറി വണ്ടിയിലായിരിക്കും ഞാൻ യാത്ര ചെയ്യുക. 2030 ഞാൻ താമസിക്കുന്ന വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഇത്ര സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാവും. 2030 എന്ന് പറഞ്ഞ ഒരു വർഷം ഉണ്ടെങ്കിൽ ഞാനും ഫാമിലിയും എല്ലാ വർഷവും യാത്ര പോകുന്നത് ഇന്ന ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും. 2030 ഞാന് ഏത് രീതിയിനകത്ത് ആളുകൾക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാം, ഇങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാറുമെന്നുള്ള കോൺഫിഡന്റും ബിലീഫും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. കാരണം ഞാൻ ആ ഒരു കമ്പനിനകത്ത് ആ ഒരു പയ്യന്റെ സംസാരത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏക കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ആ പയ്യൻക്ക് ഒരു വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരുന്നു. 2025 തീരുന്ന സമയത്ത് എന്റെ കമ്പനി 100 കോടിന്റെ മുകളിലാവുന്നുള്ളത്. ഇന്ന് ആ പയ്യന്റെ സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട് 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് പുള്ളിക്ക്. അതിനകത്താ പുള്ളിന്റെ ഓഫീസ് കിടക്കുന്നത്. രാമനാട്ടുകര ബൈപ്പാസിനകത്ത് ഒരു ചെറിയ പീഡിയ റൂമിനകത്ത് പുള്ളി ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതാ. ആ ഓഫീസിനകത്ത് ഒരു ചെയറും ഒരു ടേബിളും മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് അവിടെ പുള്ളി ഫർണിച്ചറൊക്കെ ഫർണിഷ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനകത്തുനിന്ന് പൊട്ടിയിട്ടാണ് പുള്ളി എന്ത് ചെയ്യണത്, വീണ്ടും പുള്ളി കാലിക്കറ്റിൽ പോയിട്ട് ചെറിയൊരു കോണി റൂമിനകത്ത് വെച്ചിട്ട് പുള്ളിന്റെ പ്രൊജക്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് പൊട്ടിയിട്ട് അവിടുന്ന് പുള്ളി നദാപുരം റോഡിനകത്തേക്ക് പുള്ളി എന്ത് ചെയ്തു, ഒരു ഓഫീസിനെ മാറ്റി. അവിടുന്ന് വീണ്ടും തിരിച്ച് കാലിക്കറ്റിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ഓഫീസ് ഇട്ട്. ഈ ഓഫീസ് മാറുന്നതിനകത്തൊക്കെ ലക്ഷങ്ങളെ ലാബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റിൽ പുള്ളി വീണ്ടും കാലിക്കറ്റിൽ ബിലീഫോട് കൂടി കോൺഫിഡന്റോട് കൂടി പുള്ളി വീണ്ടും എന്ത് ചെയ്തു, ഒരു റൂം എടുത്തിട്ട് പുള്ളി അതിനകത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആ റൂമിനോട് ചാരി നിന്ന ഒരു പുതിയ 5 നില ബിൽഡിംഗ് പുള്ളി എന്ത് ചെയ്തു എടുത്തു. ഇന്ന് ദുബായിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് പുള്ളിന്റെ കൺസ്ട്രക്ഷൻ കമ്പനികൾ ദുബായിൽ 18 പണിക്കാരുണ്ട്. ടോട്ടലി ഇന്ന് 42 പണിക്കാർ പുള്ളിന്റെ താഴത്ത് വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഓഫീസിനകത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എവിടുന്നാന്ന് വന്നത്? ഒരു 29 വയസ്സായിട്ടുള്ള പയ്യന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പയ്യന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2025 എന്നുള്ളൊരു വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനി 100 കോടിന്റെ മുകളിലെത്തും. ഇപ്പൊ 80 കോടിന്റെ മുകളിൽ ബിസിനസ് കവർ ചെയ്തു എന്ന് പറഞ്ഞത്. 100 കോടിയിലേക്ക് എത്തില്ല, 80 കോടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നാലും 80 കോടി എത്തിയ സമയത്ത് ഇത്രയും സക്സസ്ഫുൾ ഉണ്ടാക്കി. സോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങൾ 2030 നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് കൂടെ നിങ്ങൾ എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പർപ്പസാ ഉള്ളത്, എന്ത് വിഷനാ ഉള്ളത്, എന്ത് ലക്ഷ്യമുള്ളത്? ഒരു ലക്ഷ്യമില്ല നമ്മളെ സംബന്ധിച്ചോളം. അതാണ് ഈ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് കൂടെ ഒരു NTC, ഒരു ITC, ഒരു CTC, അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഒക്കെ ആകുന്നുണ്ടെങ്കിൽ, ഒരു WTC ഒക്കെ ആകുന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അവർക്ക് വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള വിശ്വാസമുണ്ട്, 100% അവർക്ക് ബിലീഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. സോ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിലീഫ് ഉള്ള ആളുകളാണ് ഈ ബിസിനസ്സിനകത്ത് കൂടെ ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. TC ATC ആവും, ATC DTC ആവും, DTC ZTC ആവും, ZTC STC ആയിട്ട് ഇങ്ങനെ കയറി പോണ ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവരെന്താണ്? അവർക്ക് ബിലീഫ് ഉള്ള ആളുകളാണ്. ആ ബിലീഫും കോൺഫിഡൻസും ഓരോ ദിവസവും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടോ? അവരാണ് ഇവിടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്നത്. അതാണ് ഞാൻ പറ്റുന്നത്. ഒരു പറ്റ ആളുകൾ ജീവിതത്തിൽ ഫെയിലിയർ ആകുന്നതിന്റെ കാര്യം എന്താ? അവർക്ക് അവരെ കുറിച്ചിട്ട് തന്നെ ഒരു വിശ്വാസമില്ല. അവരെ കുറിച്ചിട്ട് അവർക്ക് യാതൊരു വിധ വിശ്വാസവും ഇല്ല. അവർക്ക് എന്റെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡന്റും ഇല്ല. ആ ഒരു കാറ്റഗറിപ്പെട്ട ആളുകളാണോ നിങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നോക്കുക. നമ്മൾ സമയം കളയരുത്. നമ്മളെ ജീവിതത്തിനകത്ത് നമുക്ക് സമയം കളയാനുള്ളതല്ല, നമ്മളെ ലൈഫിനകത്ത് നമുക്ക് സമയം കളയാനുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം പ്രിഷ്യസ് ആണ്. വളരെ വളരെ എന്താ പറയാ, വളരെ കോറായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നോക്കേണ്ടത്. അത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിലേക്ക് ഒരു കോൺഫിഡന്റും ബിലീഫും വർദ്ധിപ്പിക്കണം. എങ്ങനെയാണ് ഈ കോൺഫിഡന്റും ബിലീഫും വർദ്ധിപ്പിക്കല്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
കോൺഫിഡന്റും ബിലീഫും വീട്ടിലിരുന്നാ വർദ്ധിക്കൂല. കോൺഫിഡന്റും ബിലീഫുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം ഡെയിലി. അതാരാണ്? നിങ്ങളെ ലൈനോ സ്പോൺസർഷിപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കോൺഫിഡന്റും ബിലീഫിനകത്തും വർക്ക് ചെയ്യുന്ന അപ്ലൈ ഉണ്ടാവും നിങ്ങൾക്ക്. അതൊരു പക്ഷേ ചിലപ്പോൾ ZTC ആയേക്കാം, ചിലപ്പോൾ DTC ആയേക്കാം, ചിലപ്പോൾ RTC ആയേക്കാം, ചിലപ്പോൾ NTC ആയേക്കാം, ചിലപ്പോൾ STC ആയേക്കാം, ഏത് ലെവലിലുള്ള വ്യക്തി ആയേക്കാം. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതും ഞാൻ പറഞ്ഞില്ല, ഏത് രീതിനകത്തുള്ള ആളുകളായിരിക്കണം? കോൺഫിഡന്റും ബിലീഫുള്ള അപ്ലൈനായിരിക്കണം. അയാളെ നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അയാൾ പറയുന്നത് 100% നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അത് മാത്രം നോക്കേണ്ടത്. 2018 ഞാൻ ഈ മൈലേഷ്യൽ ബിസിനസിനകത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. ഞാൻ കടന്നു വരുന്ന സമയത്ത് 41 വയസ്സിലാണ് ഞാൻ മൈലേഷ്യൽ ബിസിനസിനകത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. 41 വയസ്സിൽ ഞാൻ തീരുമാനിച്ച ഒരു തീരുമാനം, ഞാനൊന്ന് റീതിങ്ക് ചെയ്ത സംഭവം എന്താ വെച്ചാൽ, എന്റെ 13 വയസ്സിൽ ഞാൻ അധ്വാനം തുടങ്ങിയിട്ടുണ്ട്. 13 വയസ്സിൽ ഞാൻ അധ്വാനം തുടങ്ങിയിട്ട് 41 വയസ്സ് വരെ ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചു. അത് ചിന്തിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് ആ മീറ്റിംഗിനകത്ത് ഒരു ലീഡർ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങള് ഇന്ന് വരെ ചെയ്ത വർക്ക്, നിങ്ങൾ ജീവിതത്തിനകത്ത് നിങ്ങൾ ജോലി ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ നോക്കുക. നാളെ ഇതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ 100% ഒരു ധാരണ ഉണ്ടാവും. ആ ഒരു ധാരണയിൽ കൂടെയാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സെക്കൻഡിൽ നിങ്ങൾ മാറ്റി ചിന്തിച്ചോളണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതെന്റെ ലൈഫിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു വാക്കായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു വാക്ക് എന്നെ വളരെയധികം എന്റെ ഹൃദയത്തിലേക്ക് കയറിയ ഒരു വാക്കായിരുന്നു ആ ഒരു ടോക്ക്. അതൊരു GTSനകത്താണ്. എനിക്ക് എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് GTSനകത്ത് നിന്നാണ് എന്ത് ചെയ്യണത്, ആ ഒരു ടോക്ക് ഒരാൾ പറയുന്നത്. ഞാൻ എന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച അത്ര മാത്രമേ ഉള്ളൂ. എന്ത്, കഴിഞ്ഞ 41 വർഷം കൊണ്ട് എന്റെ ബാങ്ക് ബാലൻസ് എന്തുണ്ട്, ഞാൻ ഇന്ന് എവിടെ എത്തി നിൽക്കണം, ഇതേ സാധനം ഇനിയും കണ്ടിന്യൂ ചെയ്താൽ ഞാൻ ഒരുപാട് ആളുകളെ മുന്നിൽ ഇനിയും കൈ നീട്ടേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? എന്റെ കുടുംബത്തിനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരെ മുന്നിൽ നിന്നും കൈ നീട്ടിയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നേടിയെടുക്കേണ്ടി വരും. അതല്ല, ഇന്ന് എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുന്ന സമയത്ത് ഇതുപോലൊരു വേദി പങ്കിട്ടിട്ട് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് പറയാൻ പറ്റും എന്നുള്ള ഒരു തോട്ടാണ് എന്നെ ചെയ്തത്, മാറ്റി ചിന്തിച്ചത്. അവിടുന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി സീരിയസ്ലി ഞാൻ ആഗ്രഹിച്ച സമയത്ത് എന്റെ മെയിനകത്ത് കിടക്കുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ ജീവിതത്തിനകത്ത് 41 വയസ്സ് വരെ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പണിയെടുത്തത്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും, നിങ്ങള് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിന് അതിനകത്ത് വോയിസ് കെട്ടുകൊടുക്കുന്ന വ്യക്തികളില് ഒരു മെജോറിറ്റി ആളുകളും 40 വയസ്സിന്റെ 35 വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിരിക്കും. ലേഡീസ് ആയാലും ജെന്റ്സ് ആയി കഴിഞ്ഞാൽ 30 മുതൽ 35 വയസ്സിന്റെ മുകളിലേക്കുള്ള ആളുകളായാലും ഇതിനകത്തൊരു മെജോറിറ്റി ആളുകളും ഉണ്ടാകുക. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അതാണായാലും പെണ്ണായി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾ പല ജോലികളും ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ദ സെയിം ടൈം ഇനി ഇവിടുന്ന് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കാം. അത് പോരാ, എന്റെ ലൈഫിനകത്ത് വളരെ വലിയ രീതിയിനകത്തേക്കുള്ള സാമ്പത്തിക ഭദ്രത ക്രിയേറ്റ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? നിങ്ങളെ ബുദ്ധിയും നിങ്ങളെ കഴിവും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അസറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടത് ഇനിയുള്ള ഒരു 5 വർഷം, ഇത് 2026 2030 വരെ ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഒരു പ്രോപ്പർ മെന്ററെ കണ്ടെത്തും. ഇന്ന് നിങ്ങൾ തീരുമാനിക്കാം. പല ആളുകൾക്കും മെന്റർഷിപ്പ് ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പേര് കൊണ്ടായിരിക്കും മെന്റർഷിപ്പ് ഉണ്ടാകുക.
നേരെ മറിച്ച് പ്രവർത്തനം കൊണ്ട് മെന്റർഷിപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് 90% ആളുകളും ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കാത്തതിന്റെ കാരണം. കാരണം എന്താണ്? ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ആക്ച്വലി ഞാൻ മെന്റർ ചെയ്തിട്ടുള്ളത് മനോജ് സാറായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. മനോജ് സാറ് എന്ത് പറയുന്നോ അത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കേൾക്കാനും അത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പല ഇതിനകത്തുള്ള ലീഡേഴ്സിനും അറിയാൻ പറ്റും. ഇന്ന് വരെ ഞാൻ മനോജ് സാർ വായിൽ നിന്നും ഒരു ആവശ്യമില്ലാത്തൊരു വാക്ക് ഇന്ന് വരെ ഒരു ചീത്ത പോലും ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിനകത്ത് വിജയിക്കാൻ ഞാൻ കണ്ട ഏക മാർഗം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണോ പറയണത് ആ പറയണത് 100% ഫോളോ ചെയ്യാൻ ഞാൻ തയ്യാറാന്നുള്ളത് ഞാൻ അഗ്രി ചെയ്തു. ആരോട്? എന്നോട്. അല്ലാതെ വേറൊരു വ്യക്തിയോടല്ല. ഞാൻ എന്നോട് സ്വയം അഗ്രി ചെയ്തു. ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മൈലേഷ്യൽ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കാൻ പോവാ. അതിനകത്ത് ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിച്ച വ്യക്തിനെ ഞാൻ ഫോളോ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുന്നത് ഞാനൊരു ATC ലെവലിൽ നിന്നാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എടുക്കുന്ന സമയത്ത് എന്നെ മെന്റർ ചെയ്യുന്ന അപ്ലൈന് RTC ആണ് മനോജ് സാർ. മനോജ് സാർ RTC എന്നുള്ള ലെവലല്ല ഞാൻ കണ്ടത്. മനോജ് സാർ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് കൂടെ വിജയിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പുള്ളിനെ ഫോളോ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാൻ തീരുമാനിച്ച സംഭവമായിരുന്നു. സ്റ്റിൽ ആ തീരുമാനമാണ് മഡിയർ ഫ്രണ്ട്സ് ഇന്ന് എന്റെ ലൈഫിനകത്ത് ഉണ്ടാക്കിയ എന്റെ സക്സസ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ ഒരു STC പോയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ മെന്റർഷിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു മെന്റർ നിങ്ങൾ ആക്കിയിട്ടുള്ളത് ഒരു STC, RTC, NTC ഏതെങ്കിലും ലെവലിലുള്ള വ്യക്തികളായിരിക്കും. ആ ഒരു വ്യക്തി പറയുന്നത് ആദ്യം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ആ STC നിങ്ങൾ മെന്റർ ചെയ്തിട്ടുള്ള STC പ്രോപ്പർ ചാനലിലേക്ക് കൂടെയാണോ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളെ ലൈഫ് പോയാലാവും. ആ വ്യക്തിക്ക് പ്രോപ്പർ മെന്റർ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അയാൾ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? അയാൾ നിങ്ങളോട് ഒരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് അയാൾ പറയണം, എനിക്ക് ഈ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണത്, ഈ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് പറയുന്ന വ്യക്തിയായിരിക്കണം. എന്തൊരു കാര്യം പറയുന്ന സമയത്തും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അയാൾ പറയും, ഇത് ഞാൻ എന്റെ അപ്ലൈനുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു അപ്ലൈൻ ആണെങ്കിൽ നോ ഡൗട്ട്സ് അയാൾ 100% അയാൾ ഒരു അപ്ലൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അതല്ല ഞാൻ തന്നെ ഞാനാ പറയുന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാണ് ഇത് പറയുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, അയാളെ പിന്നാലെ നിങ്ങൾ പോയാൽ നിങ്ങൾ വഴിയിലെത്തിയിട്ട് വഴി മുട്ടും. ഒരു ഫർദർ വഴിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ കഴിയൂല. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒരു മെന്റർഷിപ്പ് ഉള്ള ഒരു വ്യക്തിനെ നിങ്ങൾ എന്ത് ചെയ്യാം, മെന്റർ ചെയ്തിട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക്. എന്തെന്നറിയും, നിങ്ങൾക്ക് ബിലീഫ് എന്നുള്ള സാധനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം കൂടണമെങ്കിൽ ഒരു പ്രോപ്പർ അപ്ലൈനുമായിട്ട് നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അത് ഈ ബിസിനസിന്റെ നെടുന്തൂണ. ഡയറക്ട് സെല്ലിങ്ങിന്റെ 5 ഫിംഗേഴ്സ് റൂളിനകത്ത് ബുക്ക്, ടേപ്പ്, ഫംഗ്ഷൻ, പ്രൊഡക്റ്റ്, അപ്ലൈ. ഈ അപ്ലൈ എന്ന് പറഞ്ഞ സാധനം വരുന്ന ഏതാണ്? ഈ സാധനമാണ് അപ്ലൈ. നമ്മളെ ഈ 5 വിരലില് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള വിരൽ ഏതാന്ന് വെച്ചാൽ ഈ വിരല. ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ വിരലില്ലെങ്കിൽ നമുക്ക് ഒരു പണി കാര്യമായിട്ട് നടക്കൂല. നിങ്ങൾക്കൊരു എഴുതാൻ പോലും ഈ വിരലുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റൂല. അതേ സമയത്ത് ഒരു സാധനം, ഒരു വെയിറ്റ് ഉള്ള സാധനം നിങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ സമയം വരെ ഈ വിരലില്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ പറ്റൂല. അതുപോലെ തന്നെയാണ് മൈ ഡിയർ ഫ്രണ്ട്. അതുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് കഴിഞ്ഞ 100 വർഷമായിട്ട് 5 ഫിംഗേഴ്സ് റൂളിനകത്ത് ഈ തന്നാ വിരൽ എന്നുള്ള ഈ വിരലിനെ അപ്ലൈനാക്കി എന്ത് ചെയ്തത്, സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ 100% എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ഒരു മെന്ററെ കണ്ടെത്തി ആ മെന്ററായിട്ട് നിങ്ങൾ കറക്റ്റ് എന്ത് എല്ലാ മാസത്തിലും, ഇപ്പൊ ഈ മാസം കഴിഞ്ഞ ഇന്നലെ എന്ത് ചെയ്തു, ഇന്നലെ മിനിയാന്നത്തോട് കൂടിയിട്ട് ഈ 4 ആഴ്ചന്റെ ക്ലോസിംഗ് കഴിഞ്ഞു. 4 ആഴ്ചന്റെ ക്ലോസിംഗ് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങളെ മെന്ററുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തോ. ഞാൻ എന്റെ മെന്ററെങ്കിൽ ഡയറക്റ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ കിട്ടൂല. ഇന്ന് കിട്ടിയത് ഇന്നലെയാണ്. ഇന്നലെ മലപ്പുറം ടു യൂണിവേഴ്സിറ്റി വരെ. അതിന്റെ ഇടയിൽ ഞാൻ നിസ്കരിക്കാനുള്ള ഒരു സമയത്ത് ഞാൻ ഇഷാർ പള്ളിയിൽ കയറി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വിളിച്ചു.
ഏകദേശം ഒരു 1 hour സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ബിസിനസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ആ ഒരു സിറ്റിങ്ങും ആ ഒരു സാധനവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫർദറിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങളെ ലൈഫിനകത്ത് മാറ്റം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അപ്ലൈ ഉണ്ടാവും. അവിടെയാണ് നിങ്ങൾ അപ്ലൈനെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് താല്പര്യപ്പെടുന്ന ഒരു അപ്ലൈൻ ഉണ്ടാവും. നിങ്ങൾ സക്സസ്ഫുൾ ആകണം എന്നുണ്ടാവും. നിങ്ങളെ കാര്യത്തിനകത്തൊക്കെ കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അപ്ലൈ നിങ്ങളെ ഫ്ലൈനോ സ്പോൺസർഷിപ്പിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കൽ നിങ്ങൾ ആവശ്യം. കാരണം എന്താ, അപ്ലൈ എന്ന് പറഞ്ഞ സാധനം ലൈനോ സ്പോൺസർഷിപ്പിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനകത്ത് ഒരു പ്രോപ്പർ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അത് നമ്മളെ നീഡാണ്, നമ്മളെ ആവശ്യമാണത്. കാരണം ഞാൻ വളരണമെന്നുണ്ടെങ്കിൽ ഞാനാണ് എന്റെ അപ്ലൈനെ കണ്ടെത്തേണ്ടത്. അല്ലാതെ അപ്ലൈൻ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ മെന്റർ ആക്കിക്കോളി എന്ന് അറിയും, ഞാൻ മെന്ററാണ് നിങ്ങളുടെ പോരി എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലൈനും നടത്തിയില്ല, പറയൂല. അത് മെന്റർഷിപ്പും അല്ല. അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് മെന്റർ ആക്കിക്കോളി എന്ന് പറഞ്ഞാൽ അയാൾ ഇന്റർനാഷണൽ പൊട്ടനാ, യാതൊരു സംശയമില്ല. അയാൾ ഇന്റർനാഷണൽ പൊട്ടനാ. അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങളോട് പറയാണ് ഞാനാണ് നിങ്ങളെ മെന്റർ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മെന്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ പ്രോപ്പർ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയാത്ത മനുഷ്യനാ. മെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് മെന്റർ, അല്ലാതെ എന്ത് ചെയ്യണല്ലോ മെന്റർ സെലക്ട് ചെയ്യണതല്ല നിങ്ങളെ. ഒരു അപ്ലൈൻ ചിലപ്പോൾ ഒരു ഡൗൺലൈൻ എന്ത് സെലക്ട് ചെയ്യും, ഇയാൾ നീടുള്ളവരാന്ന് കരുതി അയാളെ വർക്ക് ചെയ്യാൻ, അയാളെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ആ സഹായിക്കുമ്പോഴാണ് നിങ്ങൾക്കും മനസ്സിലാക്കുക, എന്നെ സഹായിക്കാനും എന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എന്റെ അപ്ലൈൻ ഇതാണ്, ഇയാളെയാണ് ഞാൻ മെന്റർ ആക്കുക എന്നുള്ളതിനെ കുറിച്ച് അവിടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതാണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് മീഡിയ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർ മെന്റർഷിപ്പിലേക്ക് കൂടെ നിങ്ങൾ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ജീവിതകാലം മുഴുവനും നമ്മൾ അധ്വാനിച്ചിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ അടുത്ത 5 വർഷത്തിന് നിങ്ങൾ സിസ്റ്റം എന്താണ് പറയുന്നത്, നിങ്ങൾ അപ്ലൈൻ എന്താ പറയുന്നത്, അത് 100% അണബായി തീർത്ത് നിങ്ങൾ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തീരുമാനം എടുക്കാം. ഇതിനകത്ത് ഇന്ന് ഫാസ്റ്റ് ട്രാക്കേഴ്സ് എന്റെ പോന്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട്. ഫാസ്റ്റ് ട്രാക്കേഴ്സ് എന്റെ പോന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും. മുബീൻ സാർ അൾട്ടിമേറ്റ്ലി ഇന്ന് നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് വരുന്ന ഒരേ ഒരു കാര്യം എന്താണ്, വീക്ക്ലി ഡെയിലി വോളിയത്തിനെ കുറിച്ചാണ് മുബീൻ സാർ പറയാം. ഇന്ന് ഫാസ്റ്റ് ട്രാക്കേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോണ ആളുകൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ മൊബീൻ സാർ പറയുന്ന ഏക വാക്ക് എന്തായിരിക്കും, ഡെയിലി പർച്ചേസിങ്ങിനെ കുറിച്ചിട്ടും ഡെയിലി വോളിയത്തിനെ കുറിച്ചും ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറയും. അത് മുബീൻ സാർ പറയാതെ ഫിനിഷ് ചെയ്യില്ല. ഈ ബിസിനസ്സിനകത്തും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ ഡെയിലി ടാർഗറ്റ് വേണം മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു സക്സസ്ഫുൾ ആകുന്ന വ്യക്തിന്റെ പർപ്പസും അയാളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അയാൾ അടങ്ങുന്ന ഓർഗനൈസേഷനകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അയാളെ പർപ്പസാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, കഠിനമായിട്ട് അധ്വാനിക്കും. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളൊരു പ്രോപ്പർ അപ്ലൈനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അപ്ലൈൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഈ ആഴ്ച തീരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര ബിസിനസ് ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. അത് നിങ്ങൾ ടീമിനകത്ത് ഇത്ര ആളുകളെ ഐഡന്റിഫൈ ചെയ്യണം, ഇത്ര ആളുകളെ താഴത്ത് ഇത്ര ജോയിനിങ് വരണം, ഇത്ര റീപർച്ചേസിങ് വരണം എന്നുള്ളൊരു കറക്റ്റ് പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് നേരെ പോയിട്ട് എന്ത് ചെയ്തോളണം, അത് ഇംപ്ലിമെന്റ് ചെയ്തോളണം. നേരെ പോയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തോളണം ബിസിനസിനകത്ത്. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്തോളണം. അതാണ് നമ്മൾ ഈ ബിസിനസിനകത്ത് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ്. അതാണ് ഈ ബിസിനസിനോടുള്ള പാഷൻ. പല ആളുകളും ബിസിനസിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സക്സസും ഫെയിലിയറും ആകുന്ന ആളുകൾ, അതൊന്ന് ബിലീഫാണ്, 2 ഹാർഡ് വർക്കാണ്, 3 ഈ ബിസിനസിനോടുള്ള കമ്മിറ്റ്മെന്റും പാഷനുമാണ്. നമ്മള് ബിസിനസ് 2 രീതി ചെയ്യും. ഒന്ന്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇനിയിപ്പോ ഓനെന്താ കരുതാ, ഞാനിപ്പോ ഈ അപ്ലൈൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ആക്കിയിട്ട് ശരിക്ക് എനിക്ക് മൂപ്പര് പറഞ്ഞ മാതിരി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോ മൂപ്പര് മുന്നിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും അവസ്ഥ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്ലൈന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്ലൈന് വേണ്ടി ചെയ്യുന്ന ആളുകളും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പല മീറ്റിങ്ങിനകത്തേക്ക് വരുന്നതും ആളുകളൊന്നും ഈ ബിസിനസ്സിനകത്ത് കൂടുതൽ കാലം നിൽക്കാറ് ഞാൻ കാണാറില്ല. കുറച്ച് കഴിയുമ്പോൾ അവരെന്നെ അയച്ചെന്ത് ചെയ്യും. അതുകൊണ്ടാണ് ഒരു പറ്റ ആളുകൾ ബിസിനസ്സിനകത്തുനിന്ന് വിട്ടുപോകുന്നത്.
രണ്ട്, അവനാന് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ കുടുംബത്തിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്. എന്റെ കുടുംബത്തിനെ 2030 ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് ബിസിനസ്സിനെ എത്തിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള 100% കോൺഫിഡന്റോടും ബിലീഫോടും കൂടിയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് പാഷനേറ്റഡ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുള്ളൂ. അത് അവർക്ക് ആരുണ്ടോ, എന്റെ കൂടെ അപ്ലൈൻ ഉണ്ടോ, ആരുണ്ടോ എന്നൊന്നും അവർ നോക്കൂല. അവരൊരു ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? ആകെ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ സക്സസ്ഫുൾ ആയിരിക്കും. അവരാണ് സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നത്. അവരാണ് ഈ ബിസിനസ്സിനകത്ത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വലിയൊരു കോട്ടിംഗ് ആണ് നമ്മൾ ഇന്ത്യൻ ബിസിനസ്സിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ യൂസുഫ് അലി സാർ. യൂസുഫ് അലി സാർ ഒരു ഇടക്കിടക്ക് ചില കോട്ടി അടിപൊളി നല്ല നല്ല മെസ്സേജുകളും കോട്ടിങ്ങുകളും വരും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ. അതിനകത്ത് വന്ന ഒരു കോട്ടിങ്ങിനകത്ത് പുള്ളി പറഞ്ഞ ഏക മാറ്റർ ഇത്ര മതി, അത് യാഥാർത്ഥ്യമാണ്. അത് അതിനുള്ളിൽ തന്നെ ബിസിനസ്സിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയാം, ടൈം പഞ്ച്വാലിറ്റി ജീവിതത്തിനകത്ത് വളരെ മസ്റ്റാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിനകത്ത് വിജയിക്കണമെങ്കിൽ. രണ്ട്, മണി മാനേജ്മെന്റ് അത് മസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരിക്കുന്നതിന്റെ മുന്നേ കാല് നീട്ടുന്ന ആൾക്കാരുണ്ട്. ഏത്? ഷോവിന് വേണ്ടിയിട്ട്. പല ആളുകളും 100 രൂപ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ 1000 രൂപന്റെ സാധനം പോയിട്ട് വാങ്ങിക്കും. നമുക്ക് 1000 രൂപന്റെ സാധനം പോയിട്ട് 100 രൂപ ഉള്ള സമയത്ത് നമുക്ക് വാങ്ങിക്കാം. പക്ഷെ ആ 1000 രൂപക്ക് ഇന്നിപ്പോ നമുക്ക് 500 രൂപയാണ് കിട്ടുന്നത്. 1000 രൂപന്റെ സാധനം പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ന ദിവസം ഞാൻ ഈ ഇതിനകത്ത് കൂടെ 1000 രൂപ ഉണ്ടാക്കുന്നുള്ള 100% കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡന്റ് ഉണ്ടോ എനിക്ക് പോയിട്ട് അത് വാങ്ങിക്കാം. അതെല്ലാത്തും പോയി കഴിഞ്ഞ് മറ്റുള്ളവന്റെ കണ്ടിട്ട് പോയി ചെയ്യണവനാണെന്നുണ്ടെങ്കിൽ നാളെ എവിടെ ഉണ്ടാവില്ല. അപ്പൊ പുള്ളി പറഞ്ഞു മണി മാനേജ്മെന്റ് വെരി മസ്റ്റ് ആണ്. എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളത്. 3 അയാൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ലിക്കാക്കിയത്. റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന വ്യക്തിയെ ഒരു എന്റർപ്രണർ ആവുള്ളൂ എന്നറിഞ്ഞു, സംരംഭകനാവുള്ളൂ എന്നറിഞ്ഞു. അത് വളരെ കറക്റ്റ് ആണ്. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? എന്താണ് റിസ്ക്? നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഇറങ്ങുന്ന ഓർഗനൈസേഷനോട് കമ്മിറ്റഡ് ആണോ? നിങ്ങൾ ഇറങ്ങുന്ന ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പാഷനാണോ? ഈ 3 കാര്യത്തിനകത്ത് നിങ്ങൾ നോക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ 3 കാര്യം ഒരു നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ്. നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ 100% റിസ്ക് എന്ത് ചെയ്യണം? ഏറ്റെടുത്തോളങ്ങൾ. അങ്ങനെ ഏറ്റെടുത്ത് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യാം, നാളെ ബിസിനസ്സിനകത്ത് കൂടെ വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്യുള്ളൂ. നിങ്ങൾ അടങ്ങുന്ന ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള പർപ്പസും ധാരണയും അതിനു വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യുന്നവനാണ് റിസ്ക് ഏറ്റെടുക്കണുണ്ടാകുക. ഓൻ ആരും കാത്തുക്കൂല. ഓൻ ചെയ്യാൻ തീരുമാനിച്ച് പോയിട്ടാണ് ചെയ്യും. ഓൻ ചോദിക്കുന്ന ഏക ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ. ഓന്റെ മെന്ററുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ട് സാറേ, ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കൺഫേം ചെയ്ത് തരാം. അപ്പൊ അതിനകത്ത് തിരുത്തിയിട്ട് സാധനം വെച്ചു കൊടുത്താൽ യെസ് സാർ, അടുത്ത 1 ഇയറിന്റെ ഉള്ളിൽ ഞാൻ ഈ പ്രോജക്ട് ഫിനിഷ് ചെയ്യും, അടുത്ത 6 മാസം കൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്യും, അടുത്ത 3 മാസം കൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്തിട്ട് സാറേ ഞാൻ വരും, അതിനുവേണ്ടി ഗൈഡൻസ് ഒക്കെ എനിക്ക് തരണം സാറേ എന്നും പറഞ്ഞിട്ട് ഒരു പോക്ക് പോവാൻ. ഓനാണ് ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നത്, വലിയ സക്സസ് ഉണ്ടാക്കുന്നത്. ഓന് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവും. ഓന് ഹാർഡ് വർക്ക് ചെയ്യാൻ ഓനക്ക് ഒരു മടി ഉണ്ടാവില്ല. കാരണം ഭയങ്കര പാഷനേറ്റഡ് ആയിട്ട് വഹിക്കുവാൻ. കാരണം ഓനക്ക് രാവും പകലൊന്നും നോട്ടുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കാം, ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികള് നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? പുതിയ വന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയം ഉണ്ടാവും. അവര് ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ. ഒരു 6 മാസത്തിൽ കൂടുതൽ, 1 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ബിസിനസിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന വ്യക്തികള് നിങ്ങൾ 100% നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഇനിയൊരു ഫർദർ ഡെവലപ്മെന്റ്സിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഈ ബിസിനസിനകത്ത് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതാണ്. കാരണം എങ്ങനെ, ഈ വോയിസ് കേൾക്കുന്ന വ്യക്തികൾക്ക് കംപ്ലീറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങൾ അപ്ലൈ കൊണ്ടുവന്നായിരിക്കും. ഞാൻ എന്റെ പ്രോഡക്റ്റ്, എനിക്ക് പ്രോഡക്റ്റ് ജോയിനിങ്ങിന്റെ പ്രോഡക്റ്റ് മാത്രമേ എന്റെ അപ്ലൈന്റെ വീട്ടിനകത്ത് ഒരു മീറ്റിങ്ങിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. 5100 രൂപന്റെ പ്രോഡക്റ്റ് എനിക്ക് എന്റെ അപ്ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ
ഞാൻ പ്രൊഡക്റ്റ് വിൽക്കാൻ പോയിട്ട് എടുക്കുന്നത് 4000 ചില്ല 30,000 25,000 പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുപോയി എടുക്കുന്നത്, ഞാൻ സ്വന്തം പോവുകയാണ് എവിടേക്ക്, എറണാകുളത്തേക്ക്, കൊച്ചിക്ക് തപ്പി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഒരു വെറി സ്റ്റാർ പോലും ആയിട്ടില്ല, തുടക്കാണ്, ചെയ്യാൻ തീരുമാനിക്കാം. ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് ഞാൻ പോണ ബൈക്കിന്റെ അപ്ലൈനോട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, റഫീഖിനോട് ചോദിച്ചു, ഞാൻ റഫീഖ് ഭായ് എവിടെയാണ് ഓഫീസ് എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു ഇനി സ്ഥലത്താണ് ഓഫീസ്. ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ മൂവ് ആയിക്കോളി പറയുമ്പോത്തിന് അപ്പോത്തിന് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പ് ഒക്കെ വിട്ടുതരാന്നായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ലാതെ നേരെ എന്തിനാ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി പോകുക. ആ ഫ്രണ്ട് പോലും ഡിസ്ട്രിബ്യൂട്ടർ അല്ലെന്ന്. ആ ഫ്രണ്ടിന്റെ കൂടെ വന്ന് അവിടുന്ന് ജോയിൻ ചെയ്തിട്ട് ആ ഫ്രണ്ട് എന്ത് ചെയ്തിട്ട് എന്റെ കൂടെ ബിസിനസ് സീരിയസ് ആയിട്ടുണ്ട്. അന്ന് വന്ന വ്യക്തി പുള്ളിന്റെ കാർ കൊടുത്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കുക, അന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ ഇന്ന് വരെ എന്റെ ഓർഗനൈസേഷനകത്ത് എന്റെ അപ്ലൈൻ എന്നതിന്റെ ശേഷം ഇന്ന് മുതൽ ഇന്ന് ഈ സെക്കൻഡ് വരെ ഒരു ഊണ്ടിയിലും ഗ്രീൻ പോലും മീഡിയ ഫ്രണ്ട്സ് കൊണ്ടുപോയിട്ട് എന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ആ സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണ്, ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ 100% റെസ്പോൺസിബിലിറ്റിയും 100% റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ ചെയ്യാൻ തീരുമാനിച്ചത്. അതാണ് മീഡിയ ഫ്രണ്ട്സ്. ഈ ബിസിനസ്സിനകത്ത് കൂടെ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റിലെ 2,10,000 കിട്ടിയത് എനിക്കാണ് ദൈവം തന്നെ. അത് കാരണം എന്താ, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായോണ്ടാണ്. യാതൊരു സംശയം കരുതാ. 5.5 മാസം കൊണ്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ മലപ്പുറം ജില്ലയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് സക്സസ് പെറിന്റെ ഐഡിയ കഴിഞ്ഞാൽ പിന്നെ അൽത്താഫിന്റെ ഐഡിയ തന്നെ ഉള്ളൂ. 5.5 മാസം കൊണ്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയതും സക്സസ് പെറി കഴിഞ്ഞതിന്റെ ശേഷം ഫാസ്റ്റസ്റ്റ് സ്റ്റീലിംഗ് അച്ചീവർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ തന്നെ ഉള്ളൂ. കാരണം അത് എന്തുകൊണ്ട് വെച്ചാൽ അത് ദൈവം തരുന്നതാ, നമ്മളെ സ്കില്ലല്ല. അത് ദൈവം നമുക്ക് തരുന്ന എന്തിന്, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന വരദാനമാണ് ദൈവം. ഏത് അച്ചീവ്മെന്റ്സുകളും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ദൈവം കൊണ്ടുപോയി എത്തിച്ചേരുന്നത് നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ലാതെ മറ്റോന്റെ തോളിൽ കയറി ബിസിനസ് ബിൽഡ് ചെയ്യാൻ തന്നാൽ എത്തിയൂല. ജീവിതത്തിൽ എവിടെ എത്തൂല മീഡിയ ഫ്രണ്ട്സ്, ആരും എവിടെ എത്തൂല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക, എന്ത്, ഞാൻ അടങ്ങുന്ന ഓർഗനൈസേഷന്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. പ്രയോറിറ്റി ഞാൻ ഈ ബിസിനസ്സിനകത്ത് ചേഞ്ച് ചെയ്യും. കമ്മിറ്റ്മെന്റോടുകൂടി പാഷനേറ്റഡ് ആയിട്ട് ഡെയിലി 5 ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യും. ഇന്ന് മുബിൻ സാർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളും ഈ മുബിൻ സാർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത വ്യക്തികളും ഒരേ ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ, ഡെയിലി ടാർഗറ്റ് വെക്കണം. ഡെയിലി ടാർഗറ്റ് വെക്കണം. എന്നിട്ട് ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഓനെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം എത്ര മാത്രമേ ഉള്ളൂ, ഒരു വ്യക്തി ഫെയിലിയർ ആകുന്നത് എന്തുകൊണ്ടാണ്, ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആദ്യം ബിലീഫ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും പാടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വിശ്വാസം ഉണ്ടാകണം. ഞാൻ എന്റെ ജീവിതത്തിനകത്ത് വിജയിച്ചേ ഞാൻ അടങ്ങുള്ളൂ എന്നുള്ള 100% കോൺഫിഡന്റ് ബിലീഫ് എനിക്കുണ്ടാവും. അല്ലാതെ ഞാൻ വിജയിക്കും നോക്കുക നടക്കുക ഓനൊന്നും വരെ എവിടെ എത്തിയിട്ടില്ല. സ്വയം കോൺഫിഡന്റും സ്വയം ബിലീഫും ഇല്ലാത്ത ഒരു വ്യക്തി ജീവിതത്തിൽ എവിടെ എത്തൂല. അത് ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. 2, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ജീവിതത്തിനകത്ത് വിജയിക്കാൻ വേണ്ടി ഫീൽഡിൽ ഇറങ്ങണം. കമ്മിറ്റ്മെന്റോട് കൂടി ഫീൽഡിൽ ഇറങ്ങണം. ഞാൻ ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിച്ചടങ്ങും, അതിന് ദൈവം എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഫീൽഡിനകത്ത് ഇറങ്ങാം. എന്നിട്ട് റിസ്ക് ഏറ്റെടുക്കുക. ടീമിന്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. റിസ്ക് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ അടങ്ങുന്ന ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അത് അപ്ലൈൻ കൊണ്ടുവന്ന് തരാം. എന്റെ ടീമിനകത്ത് ഇനി എന്ത് ചെയ്യണ്ട, എന്റെ അപ്ലൈൻ ഒരു പ്രൊഡക്റ്റും കൊണ്ടുവന്ന് തരണ്ട. എന്റെ ടീമിനകത്ത് ഹെൽത്ത് മീറ്റിംഗ് ഞാൻ ചെയ്യും. എന്റെ ടീമിനകത്ത് ഒരു എന്താ പറയാ സെലിബ്രേഷൻ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ നല്ല വലിയ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലൈനെ വിളിക്കുള്ളൂ. അതല്ലാത്ത എന്റെ ടീമിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാം ഞാൻ ചെയ്യും. ഞാൻ ചെയ്തിട്ട് ഞാൻ എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കും. എന്റെ ടീമിനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഉള്ളത് ഞാനാണ്, എന്റെ ടീമിന്റെ ലീഡർ ഞാനാണ് എന്ന് കോൺഫിഡന്റോടുകൂടി ബിലീഫോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പോയിട്ട് പറയണ്ട എന്റെ ടീമിന്റെ ലീഡർ ഞാനാന്ന് പറയണ്ട. നിങ്ങൾ പ്രൂവ് ചെയ്താണ് കാണിച്ചാൽ മതി. ഓല് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വന്നോളൂ. അല്ലാതെ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, എന്ത് ഞാനാണ് ലീഡർ എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്താല് ഓല് സർട്ടിഫിക്കറ്റ് സീൽ ചെയ്താണ് തരും, നിങ്ങളാണ് എന്റെ ലീഡർ എന്നുള്ളത്. അല്ലാതെ നമ്മൾ പോയിട്ട് അവിടെ പോയി പറയണോന്നൊന്നും എന്തല്ല ലീഡർ അല്ല. നിങ്ങൾ പ്രൂവ് ചെയ്യും, എന്ത് ലീഡർഷിപ്പ് പ്രൂവ് ചെയ്യും. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കും, റിസ്കിന് തയ്യാറായി സക്സസ് ആകാൻ വേണ്ടി പണിയെടുക്കും. ഡെയിലി 5 ആക്ടിവിറ്റീസ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്നിട്ട് സക്സസ് കാണിക്കും.
നമ്മൾ മാതൃക ആകേണ്ട മൈ ഡിയർ ഫ്രണ്ട് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടാ, അല്ലാതെ തൊള്ളോണ്ട് ഡയലോഗ് അടിച്ചിട്ടല്ല. തൊള്ളോണ്ട് ബിരിയാണി ആർക്കും വെക്കാം, പക്ഷെ യഥാർത്ഥത്തിലുള്ള ബിരിയാണി ഒക്കെ പണി കുറച്ചുണ്ട്. അതുകൊണ്ട് ആ രീതിയിനകത്ത് ഫീൽഡിൽ പോയിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ബിരിയാണി വെക്കി 2, 3 ഒരു ദിവസം 5 ആക്ടിവിറ്റീസ് ഇട്ടിട്ട് ആളുകളെ ബിസിനസ്സിനകത്ത് 10,000-ലും 15,000-ലും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഓരോ GTSനകത്തും നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ കൂടുതൽ നമ്പേഴ്സിന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്പേഴ്സിന് ആഡ് ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അവനാണ് യഥാർത്ഥത്തിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്തായി കഴിഞ്ഞാലും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാണ്. നാളെ ഇന്ന് ഫാസ്റ്റ് ട്രാക്കേഴ്സ് എന്റെ പോലെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എനിക്കറിയാം നമ്പേഴ്സിന്റെ എണ്ണം ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് 9 മണിക്കാണ് അവർക്ക് പോകേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ നാളെ ഷൂട്ട് എന്ന് പറഞ്ഞുള്ള വലിയൊരു പ്രോഗ്രാമാണ് കോട്ടക്കൽ വെച്ച് നടക്കുന്നത്. ആ ഓർഗനൈസേഷൻ ഇസ്മായിൽ സാർ അടങ്ങുന്ന ആ ഓർഗനൈസേഷനകത്തുള്ള എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം എത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ കോട്ടക്കൽ ബേസ് ചെയ്തിട്ട് ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളുള്ള ആളുകൾക്ക് പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങൾ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പങ്കെടുക്കണമെങ്കിൽ അവിടെ ആളെ പങ്കെടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ആ ഓർഗനൈസേഷനകത്തുള്ള എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇസ്മായിൽ സാർ അടങ്ങുന്ന ഓർഗനൈസേഷനകത്തുള്ള എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾ എടുത്തിട്ടുള്ള ടിക്കറ്റ് ഒരു ടിക്കറ്റ് പോലും റിട്ടേൺ തരാൻ പാടില്ല. കംപ്ലീറ്റ് ടിക്കറ്റ് സെല്ല് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇനിയും സമയമുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു പ്രോഗ്രാമിനകത്ത് ലാസ്റ്റ് സെഞ്ചുറി ടൈമിൽ നാളെ ഉച്ചന്റെ മുന്നേ 10 മണിക്ക് 11 മണിക്കുമ്പാടെ കൂടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും വന്നിട്ട് നാളെ നിങ്ങളെ മിറാക്കിളായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുക നിങ്ങളെ ബിസിനസ്സിനകത്ത്. ആ വ്യക്തിയായിട്ട് അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുക. അതുകൊണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നാളെ പ്രോഗ്രാം തുടങ്ങുന്നത് വരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. അതാണ് ഒരു പ്രൊമോഷൻ. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനിയും 10, 15, 20 ടിക്കറ്റ് വിൽക്കാനുള്ള സമയം ഇനിയും ഉണ്ട്. നമ്മളൊക്കെ മേജർ ഫംഗ്ഷൻ വരുന്ന സമയത്ത് തലേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെല്ല് ചെയ്യുക. അത് പോയിട്ട് സെല്ല് ചെയ്തിട്ട് നാളത്തെ പ്രോഗ്രാം പ്രോഗ്രാം കളർഫുൾ ആക്കണം, പൊളിച്ചടക്കണം. ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കേഴ്സിന്റെ ഒപ്പം മുയ്പിൻ സാറെ പ്രോഗ്രാം 9 മണിക്ക് 9:30 മണിക്കത്തെ സ്റ്റാർട്ട് ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പ്രോഗ്രാമിനകത്ത് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ മെയിൻ ഓപ്പൺ ആക്കി വെക്കുക, എല്ലാവരും ഒരു ഡയറി എടുക്കുക, ബുക്ക് ചെയ്തിട്ട് പോവുക. അതല്ലാതെ കയ്യും വീതം അങ്ങോട്ട് പോകണ്ട. കാരണം മുബീൻ സാർ പക്കാ ട്രെയിനിങ് ആണ് എടുക്കാൻ പോകുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ബുക്കും കാര്യങ്ങളും ഏറ്റു പോവുക. എന്തെങ്കിലും നിങ്ങളെ ബ്രെയിനിനകത്തുണ്ട് അതൊക്കെ ഇറക്കി വെച്ചിട്ട് മീഡിയ ഫ്രണ്ട്സ് പോയിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ആ കറക്റ്റ് കിട്ടും നിങ്ങൾക്ക്, എന്താണ് നിങ്ങൾക്ക് ഇന്ന് സക്സസ്ഫുൾ ആകേണ്ടത്. ആ സാധനം ഫോളോ ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, അവരത് ഫോളോ ചെയ്യാൻ തയ്യാറാകുമ്പോഴേ സക്സസ്ഫുൾ ആവുള്ളൂ. ആ ഒരു മെയിൻ സെറ്റോടുകൂടി പോയിട്ട് അവർ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ട്യൂട്ടൻ പ്രോഗ്രാം നാളെ നടക്കുന്ന ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. അതിന് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് നമ്പേഴ്സിനെ കയറ്റാം. 2026 മീഡിയ ഫ്രണ്ട്സ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. 2026 പല ആളുകളും തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ 2026 വലിയ സക്സസ് ഉണ്ടാക്കുന്ന തീരുമാനം എടുത്ത ആളുകളുണ്ട്. ഇപ്പൊ എനിക്കറിയാൻ പറ്റും, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ 2026 തുടക്കകാലത്ത് തന്നെ ഒരു 10-40 ആൾക്കാർ ഈ 2026 ഫസ്റ്റ് മാസം തന്നെ 2-ാം തീയതി 5-ാം തീയതി ഒക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്നെ കാണുന്നോടത്തൊന്നും പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിനകത്ത് മെസ്സേജ് വിട്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ട് 10-40ഓളം ആളുകളുണ്ട് എന്റെ ടീമിനകത്ത്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാറേ 2026 നമ്മൾ പൊളിച്ചടക്കും, 2026 നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. 2026 ഒരു മാസം കഴിഞ്ഞു. ഒരാഴ്ച മുന്നേ ഞാൻ എന്ത് ചെയ്തു, കുറെ ആളുകളെ ഞാൻ വിളിച്ചു. ഒരാളുകളെ പേഴ്സണലി കാണുന്നിടത്ത് സംസാരിച്ചു, പല ആളുകളെ ഞാൻ ഫോണും ചെയ്തു. കാരണം എന്നെ വിളിച്ച ആളുകളൊക്കെ എനിക്ക് അത് ഷോർപ്പുള്ള ആളാണ്, എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലേ. വിളിച്ച സമയത്ത് മീഡിയ ഫ്രണ്ട്സ് അതിനകത്ത് ഉണ്ടായ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ലോകത്തിൽ ഈ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് മീഡിയ ഫ്രണ്ട്സ്. അത് നിങ്ങൾ നിസാരായിട്ട് കാണണ്ട. ഈ വിളിച്ച 40 ആളിൽ നിന്നും ഒരു മെജോറിറ്റി ആളുകളും ബിലീഫും കോൺഫിഡൻറ്റും കംപ്ലീറ്റ് പോയിന് മീഡിയ ഫ്രണ്ട്സ്. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ കോൺഫിഡൻസും ബിലീഫൊക്കെ എന്തേ ഈ 2026 ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞൊക്കെ ഓൽക്ക് എന്തായി പോയിട്ടുണ്ട്, ബിലീഫൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേര് ആളുകൾ പറഞ്ഞു, സാറേ നമ്മൾ ഇതിന്റെ അറ്റം കണ്ടിട്ടേ കയറുള്ളൂ. 2026 നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറേ നമ്മളത് പ്രൂവ് ചെയ്തിട്ട് അടങ്ങുള്ളൂ, യാതൊരു സംശയം കരുതണ്ട, നമ്മളത് പ്രൂവ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ ആളുകള് ഈ 40 ആളുകളിൽ നിന്ന് ഒരു 20-25% ആളുകൾ മാത്രമേ ഉള്ളൂ മീഡിയ ഫ്രണ്ട്സ്. ബാക്കിയുള്ള 20 ബാക്കിയുള്ളത് 75%, 70%, 75-80% ആളുകളിൽ ബിലീഫും കോൺഫിഡൻസ് ലെവലും പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആരാണ് വിജയ്? വിജയ് മീഡിയ ഫ്രണ്ട്സ് 20. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരും? നിങ്ങൾ 20% കാറ്റഗറിനകത്ത് വരുന്ന ആളുകളാണോ നിങ്ങൾക്കുള്ളതാണ് സക്സസ്. അതല്ലാതെ 18% കാറ്റഗറിനകത്തേക്ക് പോണോടത്തുള്ളതല്ല സക്സസ്.
20% ആളുകളിലേക്ക് കടന്നു വരിക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇറങ്ങുന്ന ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം, കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് 5-10 ആക്ടിവിറ്റീസ് ഡെയിലി ഫീൽഡിൽ ഇറങ്ങിയിട്ടിടണം. എന്നിട്ട് മാതൃക കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച വരുമാനത്തിലേക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈലിനകത്ത് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് പ്ലാനും ഫോളോ അപ്പും ചെയ്തുകൊണ്ട് നിൽക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. അതാണ് സക്സസ്. അതല്ലാതെ ഞാൻ STC ആയിന്, ഞാൻ RTC ആയിന്, ഞാൻ ZDC ആണെങ്കിൽ ഞാൻ ഓരോ കൂടെ പോയി പ്ലാൻ കൊടുക്കണോ? പ്ലാൻ കൊടുക്കൽ നിർത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് കൂടെ റെഗുലർ 2-10 കിട്ടുണ്ടോ? നിങ്ങൾ പ്ലാൻ കൊടുക്കൽ നിർത്തിക്കോളി. എല്ലാ ആഴ്ച 2-10 കിട്ടുണ്ടോ? നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണ നിർത്തിക്കോളി. അതല്ലെങ്കിൽ അതുവരെ മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് പ്ലാനും ഫോളോ അപ്പും കാര്യങ്ങൾ പോയി ചെയ്തേ പറ്റൂ. NDO പ്രോഗ്രാമുകൾ, ഹെൽത്ത് മീറ്റ്, ഹോം മീറ്റിങ്ങൾ ചെയ്തേ പറ്റൂ. അതുവരെ ചെയ്യണം. അതാണ് ഈ ബിസിനസ്സിനകത്തുള്ള ക്രൈറ്റീരിയ. സോ അത് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. 2026 2-ാമത്തെ മാസത്തിലേക്ക് കടന്നു, 15 പകുതിയായി. നമ്മളെടുത്ത തീരുമാനത്തിനകത്ത് ഒന്നും ബാക്കോട്ട് നിൽക്കരുത്. നേടിയെടുത്ത പറഞ്ഞ സാധനം നേടിയെടുത്തേ അടങ്ങാൻ പാടുന്ന, അടങ്ങാത്ത വാശിയോട് കൂടിയിട്ടും പതറാത്ത മനസ്സോട് കൂടിയിട്ടും മീഡിയ ഫ്രണ്ട്സ് മുന്നോട്ട് നീങ്ങിയിട്ട് 2026 കൂടിയിട്ട് നിങ്ങളെ കുടുംബത്തിന് 100% സേഫ് സോണിലേക്ക് എത്താം. 2026 ലോകത്തിൽ മിറാക്കിൾ ഉണ്ടാവും എന്നാ പറയുന്നത്. ലോകത്തിൽ മിറാക്കിൾ ഉണ്ടാവും. എസ്പെഷ്യലി ഇന്ത്യയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ബിസിനസ്സിനകത്ത് സംഭവിക്കുന്നുള്ള പല സയന്റിസ്റ്റുമാരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. 2026 ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ മിറാക്കൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇയർ ആണ് 2026 എന്ന് പല ആളുകളും പ്രെഡിക്റ്റ് ചെയ്ത്, പല ബിസിനസ്സുകാരും പ്രെഡിക്റ്റ് ചെയ്ത്, പല എക്കണോമിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്ത്. ഡിയർ ഫ്രണ്ട്സ്, അതിലൊരു കമ്പനി ആയിരിക്കും മിക്കവാറും ഡയറക്ട് സെല്ലിംഗ് കമ്പനി. യാതൊരു സംശയമില്ല. ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അത് മൈലേജ് സെല്ലായിരിക്കും. അതിൽ നമ്മളും വന്നിട്ടുണ്ട്. അതിലൊരു എന്റർപ്രണർ, ഒരു സംരംഭകനായിട്ട് മാറാൻ നമുക്ക് പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥന നിർത്തുന്നു. നാളെ ഒരു ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു വ്യക്തി നാളെ ഈ ഒരു പ്രോഗ്രാമിനകത്ത്, ഐഫ്ലൈ മീറ്റിംഗിനകത്ത് വരുന്നതാണ്. 2026 നിങ്ങളൊക്കെ ജീവിതത്തിനകത്ത് വലിയ സാമ്പത്തിക ഭദ്രതയും ആരോഗ്യവും സമ്പത്തും സമ്പദ് സമൃദ്ധിയും വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന നിർത്തുന്നു. താങ്ക് യു.